നമസ്കാരം. നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് 2 കിലോ കഞ്ചാവുമായി കൊടകര സ്വദേശി അറസ്റ്റിലായി. കുന്നംകുളത്ത് കോവിഡ് ബാധിച്ച് കിഴൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ മരണമടഞ്ഞു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 15 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കാട്ടരാമൻ ഗ്രാമപഞ്ചായത്തിലെ അതിനിയന്ത്രിത മേഖലകളിൽ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 3ാമത്തെ പ്രസിഡന്റായി കോൺഗ്രസിലെ റംല വീരാൻകുട്ടിയെ തെരഞ്ഞെടുത്തു. PPE കിറ്റ് ധരിച്ച് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ അപൂർവ കാഴ്ചയായി സംസ്ഥാനം. പോർക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു. മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് പുതിയ പള്ളിയുടെ കട്ടിടവയ്പ് നടന്നു. ഡിവൈഎഫ്ഐ ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ അണുനശീകരണം നടത്തി. സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കല്ലുംപുറം കത്തോലിക്ക പള്ളിയിൽ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് 2 കിലോ കഞ്ചാവുമായി കൊടകര സ്വദേശി അറസ്റ്റിലായി. കുന്നംകുളത്ത് 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി എക്സൈസ് സംഘം രൂപം കൊടുത്ത ഓപ്പറേഷൻ ബ്രിഗേഡിന്റെ ഭാഗമായി തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. കുന്നംകുളം പാണയമ്പാടത്ത് വെച്ച് നടത്തിയ പുലർക്കാല വാഹന പരിശോധനയിൽ കാസർഗോഡ് നിന്നും എറണാകുളത്തേക്ക് വന്നിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസിൽ നിന്നുമാണ് 2 കിലോ കഞ്ചാവ് സഹിതം കൊടകര സ്വദേശിയായ മലയൻകുടിയിൽ വീട്ടിൽ ഷൺമുഖൻ മകൻ ഷെമിൽ പിടിയിലായത്. കാസർഗോഡ് നിന്നും 2 കിലോ വരുന്ന പാക്കറ്റ് 35,000 രൂപയ്ക്ക് വാങ്ങി തൃശൂർ ടൗൺ പരിസരങ്ങളിൽ ചില്ലറ വിപണിയിൽ 1 ലക്ഷത്തോളം രൂപയ്ക്കാണ് കഞ്ചാവ് കൊടുത്തിരുന്നത്. പാലക്കാട് വടകര എക്സൈസ് ഓഫീസുകളിൽ 6 കിലോഗ്രാം കഞ്ചാവ്, 270 ഗ്രാം ചരസ് എന്നിവ പിടിച്ച കേസിൽ ഇയാൾ പ്രതിയാണ്. ഓപ്പറേഷൻ ബ്രിഗേഡിന്റെ ഭാഗമായി സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം റേഞ്ചിൽ നിന്നും 4 കിലോഗ്രാം കഞ്ചാവുമായി 3 പ്രതികളെ ബൊലേറോ കാർ സഹിതം പിടികൂടിയിരുന്നു. പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ടി അശോക് കുമാർ, IB ഇൻസ്പെക്ടർ S മനോജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ, പ്രിവന്റീവ് ഓഫീസർമാരായ OS സതീഷ്, PG മോഹനൻ, ഷെഫീഖ് TK, സുരേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KC ആനന്ദ്, സുധിൻ ബിയ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സെൻസി ദേവസി എന്നിവർ നേതൃത്വം കൊടുത്തു. ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ ഏറിവരുന്ന സാഹചര്യത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ബ്രിഗേഡ് എന്ന പരിപാടിയുടെ ഭാഗമായി സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിച്ചതിനെ തുടർന്ന് ഇന്ന് പുലർക്കാല വാഹന പരിശോധനയ്ക്കിടെ കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസും തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ കുന്നംകുളം പാറയമ്പാടത്ത് ഭാഗത്ത് വെച്ച് KSRTC ബസ്സിൽ നിന്നും 2 കിലോ കഞ്ചാവ് സഹിതം ഒരാളെ പിടികൂടിയിട്ടുണ്ട്. കൊടകര സ്വദേശിയായ സ്ഥിരം കുറ്റവാളിയായ ഷെമിൽ എന്ന് പറയുന്ന 29 വയസ്സുള്ള യുവാവാണ്. ടിയാനെതിരെ വടകര റേഞ്ച് ഓഫീസ്, പാലക്കാട് റേഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ 6 കിലോഗ്രാം കഞ്ചാവ്, 270 ഗ്രാം ചരസ് എന്നിവ പിടികൂടിയ കേസുകളുണ്ട്. മാത്രമല്ല കുന്നംകുളം റേഞ്ച് ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ബ്രിഗേഡിന്റെ ഭാഗമായി 4 കിലോ കഞ്ചാവ്, 3 പ്രതികൾ ബലേനോ കാർ സഹിതം പിടികൂടി കേസാക്കിയിട്ടുണ്ട്. കുന്നംകുളത്ത് കോവിഡ് ബാധിച്ച് കിഴൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ മരണമടഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ കിഴൂർ കാർത്യായനി ക്ഷേത്രത്തിലെ അടിയന്തര ജീവനക്കാരൻ കക്കാട് കൃഷ്ണകുമാർ മാരാർ കോവിഡ് ബാധിച്ചു മരിച്ചു. തനയനായ ശങ്കരനാരായണന്മാരുടെയും ലക്ഷ്മി വാരസ്യാരുടെയും മകനാണ്. അമ്മ ലക്ഷ്മി വാരസ്യാർ കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ചു മരിച്ചിരുന്നു. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ. വാദ്യകലാകാരൻ കക്കാട് രാജപ്പൻ മാരാർ സഹോദരനാണ്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 15 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഇന്ന് 15 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. പെരുമ്പാവൂർ PHCയുടെ കീഴിൽ
കഴിഞ്ഞ ദിവസങ്ങളിലായി രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ടവരും രോഗലക്ഷണത്തെ തുടർന്ന് ആരോഗ്യ കേന്ദ്രത്തിലെ OP വന്നവരുമായ 106 പേർക്കാണ് അക്കിക്കാവ് TMVH സ്കൂളിൽ വെച്ച് ആന്റിജൻ പരിശോധന നടത്തിയത്. ഇതിൽ 15 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1-ാം വാർഡ് കടവല്ലൂർ ഈസ്റ്റിൽ 2 പേരും, 2-ാം വാർഡ് വടക്കുമറിയിൽ 4 പേർ, 4-ാം വാർഡ് മട്ടമാവിൽ ഒരാൾ, 7-ാം വാർഡ് കൊരട്ടിക്കരയിൽ ഒരാൾ, 10-ാം വാർഡ് തിപ്പലശ്ശേരിയിൽ ഒരാൾ, 12-ാം വാർഡ് ആൽത്തറയിൽ ഒരാൾ, 16-ാം വാർഡ് പെരുമ്പിലാവ് 5 പേർ എന്നിവരുടെ ആന്റിജൻ പരിശോധനാ ഫലങ്ങളാണ് പോസിറ്റീവായത്. കട്ടകമ്പം ഗ്രാമപഞ്ചായത്തിലെ അതിനിയന്ത്രിത മേഖലകളിൽ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചതിന്റെ ഭാഗമായി അതിനിയന്ത്രിത മേഖലകളാക്കിയ വാർഡുകളിലെ പ്രദേശങ്ങളിൽ പോലീസ് നിയന്ത്രണം. കോവിഡ് വ്യാപനമുള്ള പ്രദേശം അടച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാർഡുകളിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കുന്നതിനാണ് അധികൃതർ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3 കരിയാമ്പ്ര, 4 പെരുന്തുരുത്തി, 8 കോട്ടോൽ, 9 പഴഞ്ഞി, 14 കാഞ്ഞിരത്തിങ്കൽ തുടങ്ങി അതിനിയന്ത്രിത മേഖലകളായി ഇപ്പോൾ തുടരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ പഞ്ചായത്തിനകത്ത് നടത്തിയ പരിശോധനകളിൽ 20-ന് മുകളിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർഡിൽ 5-ന് മുകളിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് കൂടുതൽ സമ്പർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് പോലീസ് നിയന്ത്രണം അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി അതിനിയന്ത്രിത മേഖലകളായ വാർഡുകളിൽ പോലീസ് ക്യാമ്പ് ആരംഭിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 3ാമത്തെ പ്രസിഡന്റായി കോൺഗ്രസിലെ റംല വീരാൻകുട്ടിയെ തെരഞ്ഞെടുത്തു. ഹാട്രിക് തികച്ച് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി. റംലാൻ വീരാൻകുട്ടിയെയാണ് പുതിയ പ്രസിഡന്റായി ഇന്ന് തെരഞ്ഞെടുത്തത്. ചാലിശ്ശേരി പഞ്ചായത്തിലെ 3ാമത്തെ പ്രസിഡന്റാണ് കോൺഗ്രസിലെ റംല വീരാൻകുട്ടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം തീരാൻ 3 ആഴ്ച ബാക്കി നിൽക്കെയാണ് പാർട്ടിയിലെയും മുന്നണിയിലെയും കലഹത്തിനൊടുവിൽ അപ്രതീക്ഷിതമായി റംല വീരാൻകുട്ടിക്ക് പ്രസിഡന്റ് പദവി ലഭിക്കാനിടയായത്. ഇന്ന് രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-ലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വേണു കുറുപ്പത്തിന് 7 വോട്ടും റംലയ്ക്ക് കോൺഗ്രസിലെ 7, മുസ്ലിം ലീഗിലെ 1 വോട്ട് ഉൾപ്പെടെ 8 വോട്ടുകൾ നേടിയാണ് സ്ഥാനാർത്ഥി വിജയിച്ചത്. 20 ദിവസമാണ് പുതിയ പ്രസിഡന്റിന്റെ കാലാവധി ലഭിക്കുക. UDF-ലെ 8 അംഗങ്ങളുടെ പിന്തുണയിൽ ആദ്യം 3 വർഷം കോൺഗ്രസിലെ TK സുനിൽകുമാർ ആയിരുന്നു പ്രസിഡന്റ്. തെരഞ്ഞെടുപ്പ് സമയത്ത് UDF ധാരണപ്രകാരം അവസാന 1.5 വർഷം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് ആക്കണമെന്ന തീരുമാനം ലംഘിച്ചെന്നാരോപിച്ച് മുസ്ലിം ലീഗ് UDF ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ വർഷം അവിശ്വാസം കൊണ്ടുവന്നു. ഇതിനിടയിലാണ് കോൺഗ്രസ് അംഗം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. തുടർന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ലീഗ് അംഗം അക്ബർ ഫൈസൽ പ്രസിഡന്റായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പഞ്ചായത്തിലെ UDF-നുള്ളിലെ ഭിന്നതകൾ തീർത്ത് ലീഗ് UDF-നൊപ്പമായി. കഴിഞ്ഞ മാസം ലീഗ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അക്ബർ ഫൈസൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. 1 മാസമായി വൈസ് പ്രസിഡന്റ് CPM-ലെ ആനവിരുവാണ് ആക്ടിംഗ് പ്രസിഡന്റായി ഭരണ ചുമതല നിർവഹിക്കുന്നത്. 5 വർഷത്തിനിടയിൽ പഞ്ചായത്തിലെ 3ാമത്തെ പ്രസിഡന്റാണ് 3ാം വാർഡ് അംഗം കൂടിയായ റംല വീരാൻകുട്ടി. ചാലിശ്ശേരി പഞ്ചായത്തിലെ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി UDF-ന്റെ 8 മെമ്പർമാരും ഇന്ന് റംല വീരാൻകുട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുവേണ്ടി ജില്ലാ, ബ്ലോക്ക്, സംസ്ഥാനങ്ങൾ നേതാക്കന്മാരിരുന്ന ചർച്ചയുടെ ഭാഗമായി വരും തെരഞ്ഞെടുപ്പിലും UDF സംവിധാനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതിൻ്റെ കെട്ടുറപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ചാലിശ്ശേരി പഞ്ചായത്തിൽ UDF-ന്റെ പ്രസിഡന്റായി റംല വീരാൻകുട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. PPE കിറ്റ് ധരിച്ച് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ അപൂർവ കാഴ്ചയായി സംസ്ഥാനം. PPE കിറ്റ് ധരിച്ച് വനിതാ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രസിഡന്റ് പദവി ലഭിച്ച വനിത റംല വീരാൻകുട്ടി PPE കിറ്റ് ധരിച്ച് സത്യപ്രതിജ്ഞ നടത്തിയത്. സംസ്ഥാനത്ത് തന്നെ അപൂർവമായ ചടങ്ങായി. കഴിഞ്ഞ മാസാവസാനം മെമ്പർക്ക് കോവിഡ് ടെസ്റ്റ് പരിശോധനയിൽ ഫലം പോസിറ്റീവായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞയാഴ്ച നടന്ന പരിശോധനയിൽ ഫലം നെഗറ്റീവായി. തുടർന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 7 ദിവസമായി വീട്ടിൽ കഴിയുകയാണ്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായത്. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനപ്രകാരം മെമ്പർ PPE കിറ്റ് ധരിച്ച് പഞ്ചായത്ത് ഹാളിലെത്തി. സാമൂഹിക അകലം പാലിച്ച് ഇരിപ്പിടമൊരുക്കി. മെമ്പർ VK സുനിൽകുമാർ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചു. കോയക്കുട്ടി പിന്താങ്ങി. PPE കിറ്റ് ധരിച്ച് തന്നെ വിജയിച്ച റംലയ്ക്ക് ഭരണാധികാരി ആനക്കര കൃഷി ഓഫീസർ MK സുരേന്ദ്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി സാവിത്രിക്കുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. PPE കിറ്റ് ധരിച്ച് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത് കോവിഡ് കാലത്തെ അപൂർവ കാഴ്ചയുമായി. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ദൃഢത ചെയ്തു.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. പോർക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു. പോർക്കുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോർക്കുളം വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ്ണ നടത്തി. സ്വർണ്ണക്കൊള്ളക്കടത്ത് സംഘത്തിന് ഒത്താശ നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതി നടത്തിയ മന്ത്രി AC മൂല്യനെ രാജിവെക്കുക, ഗുണ്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയുള്ള പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വില്ലേജ് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ധർണ്ണ സംഘടിപ്പിച്ചത്. ധർണ്ണ ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി AS ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KA ജ്യോതിഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രജീഷ് കളത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ, അഭിലാഷ് മങ്ങാട്, കവിത പ്രേംരാജ്, രഞ്ജിത്ത്, അനസ്, ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടിയുള്ള സമരമല്ല. ഇത് കേരളത്തിലെ ആപാലകുട്ടും ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ്. അതിൽ കർഷകരും കർഷക തൊഴിലാളികളും യുവാക്കളും അതുപോലെ തന്നെ കച്ചവടക്കാരും കൃഷിക്കാരും ഈ സമൂഹത്തിൽ ഇടപെടുന്ന മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത ഒരു സർക്കാരിന്റെ ധാർഷ്ട്യത്തെ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ വൈകല്യങ്ങൾ തുറന്നു കാണിക്കുന്ന സമരമായിട്ടാണ് ഞങ്ങളിന്ന് കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ അലയടിച്ച് ഉയർന്ന സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉയർത്തുവന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതൊരിക്കലും കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കൊണ്ടുവന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളുമല്ല. കേരളത്തിലേക്ക് കടന്നു വന്ന INA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ ക്രമക്കേടുകൾ, അതുപോലെ തന്നെ ഏജൻസികൾ കണ്ടെത്തിയ ഗുരുതരമായ സാമ്പത്തിക ഇടപാടുകൾ, രാജ്യത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പോലും കടകളിൽ കത്തിവെക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ ഒരു ഗവൺമെന്റ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് പുതിയ പള്ളിയുടെ കട്ടിടവയ്പ് നടന്നു. മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ ദേവാലയത്തിന് കട്ടിടവയ്പ് നടത്തി. ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിന് അഹമ്മദാബാദ് ഭദ്രാസനാധിപനും കുന്നംകുളം ഭദ്രാസൻ സഹായ മെത്രാപ്പോലിത്തയുമായ അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ആശീർവദിച്ചു നൽകിയ സ്വർണ്ണക്കുരിശ് അടിസ്ഥാനമായി പ്രതിഷ്ഠയുണ്ടായിരുന്നു കട്ടിട സ്ഥാപനം നടത്തിയത്. ഇടവക വികാരി ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി PU ഷാജിൻ, സെക്രട്ടറി മെറിറ്റ് സക്രിയ എന്നിവർ നേതൃത്വം കൊടുത്തു. ഡിവൈഎഫ്ഐ ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ അണുനശീകരണം നടത്തി.
ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. കോവിഡ് സ്ഥിരീകരിച്ച വീടുകളും സമീപ പ്രദേശങ്ങളുമാണ് പ്രവർത്തകർ അണുവിമുക്തമാക്കിയത്. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ ചെറുതുരുത്തി പ്രദേശത്താണ് ഡിവൈഎഫ്ഐ ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തിയത്. ഡിവൈഎഫ്ഐ പഴഞ്ഞി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അഖിൽ ചെറുതുരുത്തി, ഡിവൈഎഫ്ഐ ചെറുതുരുത്തി യൂണിറ്റ് സെക്രട്ടറി ടി.എൻ. രഞ്ജിത്ത്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ലിഖിൽ, സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി എ.കെ. രജീഷ്, ബ്രാഞ്ച് അംഗം ടി.ആർ. ബിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അണുനശീകരണം നടത്തിയത്. സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കല്ലുംപുറം കത്തോലിക്ക പള്ളിയിൽ പ്രതിഷേധം. നക്സൽ ബന്ധം ആരോപിച്ച് ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം മേഖലയിലെ കല്ലുംപുറം സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക MCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. പ്രതിരോധിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ പ്രതിഷേധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. യൂണിറ്റ് ഡയറക്ടർ ഫാദർ നൈനാൻ ചെറുപുഴത്തോട്ടത്തിൽ OIC, ഫാദർ ചാൾസ് OIC, മൂവാറ്റുപുഴ രൂപത ട്രഷറർ ബിജോയ് പാപ്പച്ചൻ M, യൂണിറ്റ് പ്രസിഡന്റ് ഡെൻഹോ മനാശ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളത്ത് 2 കിലോ കഞ്ചാവുമായി കൊടകര സ്വദേശി അറസ്റ്റിലായി. കുന്നംകുളത്ത് കോവിഡ് ബാധിച്ച് കിഴൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ മരണമടഞ്ഞു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 15 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ അതിനിയന്ത്രിത മേഖലകളിൽ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 3ാമത്തെ പ്രസിഡന്റായി കോൺഗ്രസിലെ റംല വീരാൻകുട്ടിയെ തെരഞ്ഞെടുത്തു. PPE കിറ്റ് ധരിച്ച് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ അപൂർവ കാഴ്ചയായി സംസ്ഥാനം. പോർക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു. മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് പുതിയ പള്ളിയുടെ കട്ടിടവയ്പ് നടന്നു. ഡിവൈഎഫ്ഐ ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ അണുനശീകരണം നടത്തി. സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കല്ലുംപുറം കത്തോലിക്ക പള്ളിയിൽ പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.